നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ലാത്ത ആരാ എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കും, എനിക്കറിയാം. ആരോഗ്യ പ്രശ്നം മൂലമുള്ള ടെൻഷനാണോ അതോ ജീവിത പ്രശ്നങ്ങൾ കാരണമുള്ള ടെൻഷനാണോ? കാരണം ഇത് പറയാൻ കാര്യം, ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനമാണ്. ജീവിതശൈലി രോഗമായ അമിത രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാനാണ് ഈ ദിനം വളരെ വിപുലമായി നമ്മൾ ആചരിക്കുന്നത്. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. അതിന് വേണം ഒരു ദിവസം എന്ന് ചോദിക്കരുത്. കേരളത്തിൽ ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ. ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവുമാണ് സാധാരണ കണ്ടുവരുന്നത്. ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണവും ഇവ രണ്ടുമാണ്. രക്താതിസമ്മർദ്ദമുള്ളവരിൽ 54% പേരിൽ മാത്രമാണ് ഇത് കണ്ടുപിടിക്കുന്നത്. 42% പേർ മാത്രം ചികിത്സ തേടുന്നു. 21% പേരിൽ മാത്രമാണ് രക്തസമ്മർദ്ദത്തിന്റെ അളവ് നിയന്ത്രണത്തിലാകുന്നത്. കേരളത്തിൽ 28 മുതൽ 33% വരെ പേരിൽ ഉയർന്ന രക്താതിസമ്മർദ്ദമുണ്ടെന്നാണ് കണക്കുകൾ. ഇതിൽ 10-ൽ 9 പേരും ചികിത്സ തേടുന്നില്ല. സംസ്ഥാനത്ത് ഏറ്റവുമധികം പേരിൽ ഹൈപ്പർ ടെൻഷൻ റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലാണ്. ആകെ ജനസംഖ്യയുടെ 46.2% പേരിൽ രക്താതിസമ്മർദ്ദമുണ്ട്. ഏറ്റവും കുറവ് മലപ്പുറത്ത് 26.7%. രാജ്യത്ത് 27 കോടി ജനങ്ങൾക്ക് രക്താതിസമ്മർദ്ദമുണ്ട്. ഇതിൽ 82% പേരും മരുന്ന് കഴിക്കുന്നില്ല. ലോകത്ത് നിലവിൽ 100 കോടിയിലേറെ പേരിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2025ഓടെ ആഗോളതലത്തിൽ രക്താതിസമ്മർദ്ദം ബാധിക്കുന്നവരുടെ നിരക്ക് 25% കുറയ്ക്കുകയാണ് ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ ലക്ഷ്യം. റിസർച്ച് ഡെസ്ക് 24.